എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ല ഫേസൊക്കെ നല്ല കളറൊക്കെ ഉണ്ടായി നല്ല ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ഫേസിൻ്റെ കവിളുകളിലെ ഈ സൈഡിലൊക്കെ നല്ല ഒരു പിങ്ക് കളറായിരിക്കും. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അവരെ കാണാൻ. ഈ ഭാഗത്തെല്ലാം നല്ല പിങ്ക് കളറായിരിക്കും. അങ്ങനെയൊക്കെ ആ പിങ്ക് കളറൊക്കെ വരുന്നതിന് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 5 ചെമ്പരത്തിപ്പൂവാണ്. ഇത് നമ്മുടെ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ്. അതിൻ്റെ പൂമ്പൊടിയെല്ലാം ഞാനിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതാണെങ്കിൽ മാത്രമേ അത്രയും നല്ല നമുക്ക് വിചാരിക്കുന്ന കണക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റമായിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതളുകൾ മാത്രം മതി നമുക്ക്. ഇതുപോലെ ഇതളുകളെല്ലാം എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചുകൊണ്ട് വരാം. കാരണം മിക്സിയുടെ ജാറിൽ അരഞ്ഞു വരാൻ പാടാണ്. കാരണം കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളായതുകൊണ്ട് അരഞ്ഞു വരാൻ പാടാണ്. അത്രയും ഫൈനായിട്ട് അരയ്ക്കാമോ അത്രയും നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം. ഇത് ഞാൻ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നന്നായിട്ടൊന്നും അരയത്തില്ല, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഫൈനായിട്ടൊന്നും അരഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുൾട്ടാണി മിൽട്ടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മുൾട്ടാണി മിൽട്ടി നമുക്കറിയാം ഫേസൊക്കെ നല്ല ക്ലിയർ ആവുന്നതിനും നന്നായിട്ട് കളറൊക്കെ കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ മുൾട്ടാണി മിൽട്ടി. അപ്പോൾ നമുക്കത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുൾട്ടാണി മിൽട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ പകരം നമുക്കൊന്നിൽ അരിപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ മസൂർ ദാലിൻ്റെ പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. മുൾട്ടാണി മിൽട്ടി ആണെങ്കിൽ കുറച്ചും കൂടി ഗുണമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുൾട്ടാണി മിൽട്ടി എടുത്തു അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ആവശ്യത്തിന് ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ചെമ്പരത്തിപ്പൂവിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. താളിയായിട്ട് ഉപയോഗിക്കുന്നതിനും ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം റെഡ് കളറായിട്ടിരിക്കത്തില്ല, ഒരു ചെറിയൊരു ബ്രൗണും കൂടെ ചേർന്ന ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വീണ്ടും ഒരു റെഡ് കളറായിട്ടുണ്ട്, ഒരു പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. കാരണം മേക്കപ്പ് ഒന്നും ഇട്ട ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യരുത്. ഞാനിപ്പോൾ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഞാൻ ഒരു മേക്കപ്പും ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കണ്ണിൻ്റെ താഴ്വശത്തൊക്കെ നന്നായിട്ട് തേക്കാവുന്നതാണ്. കാരണം കണ്ണിൻ്റെ താഴെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പം ഞാൻ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ കഴുത്തിലിട്ട് കൊടുക്കുന്നില്ല, കാരണം എൻ്റെ ഉടുപ്പിലെല്ലാം ആവും. അതുകൊണ്ട് കഴുത്തിലിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ തേച്ച് കൊടുക്കുമ്പോഴേ കഴുത്തിലും കൂടി തേച്ച് കൊടുക്കണം. ഈ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം. ഇപ്പോൾ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തുടച്ച് കളയാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം.
കണ്ടില്ലേ, ഒന്ന് തുടച്ചപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ല പിങ്ക് കളറിലേക്ക് നമ്മുടെ കവിളുകളൊക്കെ നല്ല പിങ്ക് കളറിലേക്ക് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും. നിറമൊക്കെ കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ നല്ല നിറമൊക്കെ കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നിറമൊക്കെ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പം ഇനി മുഖമെല്ലാം നമുക്കൊന്ന് കഴുകിയതിന് ശേഷം വരാം. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മാറ്റമില്ലേ കാരണം ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല മാറ്റമാണുള്ളത്. കുറേയൊക്കെ മുഖത്തൊക്കെ ഇരിപ്പുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റമാണ് നമുക്കുള്ളത്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല സൂപ്പർ പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.